ജില്ലാ സഹകരണ ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയും ബെഫി ജില്ലാ ജോയിന്റ് സെക്രട്ടറിയുമായിരുന്ന വി നാരായണനെ അനുസ്മരിച്ചു. കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത്. മുൻ എംഎൽഎ സി.കെ. രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ ബെഫി മുൻ സംസ്ഥാന പ്രസിഡന്റ് ഷാജു ആന്റണി പ്രഭാഷണം നടത്തി. ഇന്ത്യയിലെ വിദേശത്തെ മുതലാളിമാർക്ക് വേണ്ടി കൊണ്ടുവന്ന ഈ നിയമത്തിനെ സഹായിച്ചതായ രണ്ട് പ്രധാനപ്പെട്ട ബൂർഷ്വാ രാഷ്ട്രീയ പാർട്ടികൾ. അവരുടെ വർഗ രാഷ്ട്രീയം എന്താണ്? മുതലാളി വർഗ രാഷ്ട്രീയം. നമ്മുടെ രാഷ്ട്രീയം എന്താണ്? തൊഴിലാളി വർഗ രാഷ്ട്രീയം. ഇതുകൊണ്ടാണ് ആ രാഷ്ട്രീയ പാർട്ടിയുമായി ഇടതുപക്ഷ പാർട്ടികൾ രാഷ്ട്രീയമായി തെരഞ്ഞെടുപ്പുകൾ ഉൾപ്പെടെയുള്ളവരെ ഏറ്റുമുട്ടുന്നത്. പലരുടെ ഉള്ളിൽ നിന്നുള്ളത് ചെന്നാൽ ഇതാണ് ഭക്ഷണമെങ്കിൽ അതുപോലെ ഭക്ഷണമെങ്കിൽ ഇലക്ഷൻ വരുമ്പോൾ അനുസരിച്ച് മതിയാവും. അങ്ങനെയല്ല, തെറ്റ്. ഇത് പഠിപ്പിക്കുന്നത് ഇടതുപക്ഷ പരാജയപ്പെടുന്നുണ്ടെന്നുള്ളത് നിങ്ങളെ കൊണ്ട് നേതാക്കന്മാരാണ് പ്രാദേശികമായി ചില പാർട്ടി നേതാക്കന്മാരാണ്. ഞാൻ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് കുറച്ച് സ്ഥലത്ത് പോയി. ഒന്ന് രണ്ട് സ്ഥലത്ത് പറഞ്ഞപ്പോ വേറെ വലിയ നേതാക്കന്മാരുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ പറയുള്ളൂ, ഏറ്റുമുട്ടുന്നത് ഇടതുപക്ഷവും കോൺഗ്രസും തമ്മിലല്ല, ഏറ്റുമുട്ടുന്നത് കോൺഗ്രസും ഇടതുപക്ഷവും BJP തമ്മിലല്ല. പാലക്കാടാകുമ്പോൾ അങ്ങനെ പറയാവുള്ളൂ. ശരി, ഏറ്റുമുട്ടുന്നത് തൊഴിലാളി വർഗവും മുതലാളി വർഗവും തമ്മിലാണ്. അപ്പൊ മുതലാളി വർഗത്തിന്റെ പാർട്ടികൾ ഒരു പക്ഷത്ത്, തൊഴിലാളി വർഗത്തിന്റെ പാർട്ടി ഒരു പക്ഷത്ത്, ഇങ്ങനെയാണ് ഏറ്റുമുട്ടുന്നത്. അങ്ങനെ വർഗപരമായ വിശകലനത്തിന്റെ അടിസ്ഥാനത്തിൽ, വർഗപക്ഷപാതത്തിന്റെ അടിസ്ഥാനത്തിൽ തൊഴിലാളിക്ക് കൃഷിക്കാർക്ക് വേണ്ടി നിൽക്കുന്നവരാരാണോ അവർ പാർലമെന്റിൽ എന്ത് പറഞ്ഞു? ഈ നിയമം കൊണ്ടുവരാൻ പാടില്ല, നിലവിലുള്ള നിയമമാണ് തൊഴിലാളികൾക്ക് വരുന്നത്. തൊഴിലിടവും ലേബർ കോഡും എന്ന വിഷയത്തിലാണ് പ്രഭാഷണം നടന്നത്. KBEF സംസ്ഥാന വൈസ് പ്രസിഡന്റ് KR സുമഹർഷൻ, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി L സിന്ധുജ, ബെഫി ജില്ലാ പ്രസിഡന്റ് A രാമദാസ്, ജില്ലാ സെക്രട്ടറി KC പ്രവീൺ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. KBEF ജില്ലാ സെക്രട്ടറി N രാജു പ്രസംഗിച്ചു. കേരള ബാങ്ക് റീജിയണൽ ഓഫീസിൽ നടന്ന പരിപാടിയിൽ വെച്ച് ജീവനക്കാരുടെ മക്കളിൽ SSLC+2 പരീക്ഷകളിലെ ഉന്നത വിജയികളായവർക്ക് എൻഡോവ്മെന്റ് വിതരണവും നടത്തി. UTV ന്യൂസ്, പാലക്കാട്.